പാർട്ടി സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ വീണയുടെ കമ്പനിക്കെതിരായ ആരോപണം വന്ന ശേഷം പലവട്ടം പ്രതികരിച്ചത് കാണാം. ഇന്നത്തെ പ്രതികരണം ഉൾപ്പെടെ. സത്യസന്ധമായിട്ട് രണ്ട് കമ്പനികൾ തമ്മിലുണ്ടാക്കിയിട്ടുള്ള കരാറുമായിട്ട് ബന്ധപ്പെട്ട് അതിനാവശ്യമായ ക്രയവിക്രയം നടത്താൻ അവർക്ക് അവകാശമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഈ ഇൻകം ടാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ രാഷ്ട്രീയമായ ഒരു പകപോക്കലിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ട് കടുത്ത രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ അണ്ണാക്കിലോട്ട് 2 കുടം വെളിച്ചെണ്ണ ഒഴിച്ച് ആ നാക്കിന് ചില വ്യായാമം കൊടുക്കുക. അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണല്ലോ നീ ജീവിച്ചു പോകുന്നത്. ചില തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിന് ശേഷമുള്ള കാര്യം നമുക്ക് അന്നേരം അന്വേഷിക്കാം. അതിലൊന്നും ഭയപ്പെടേണ്ട ഒരു കാര്യം ഞങ്ങൾ സമ്മതിച്ചില്ല. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തുടരാമെന്ന കർണാടക ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് അതിവേഗ നീക്കം. വീണയ്ക്ക് കാനഡയിലും ബിസിനസ് ബന്ധമുണ്ടെന്ന വാർത്തകളെയും കേന്ദ്ര ഏജൻസി ഗൗരവത്തോടെ കാണുന്നുണ്ട്. അതിനിർണായക പരാമർശമാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്നത്. വീണ വിജയനെ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ SFIക്ക് ഇനി കഴിഞ്ഞേക്കും. ഹർജി തള്ളിയത് എക്സാലോജിക്കിന് മാത്രമല്ല തിരിച്ചടി. രാഷ്ട്രീയ പ്രേരിത അന്വേഷണമെന്ന CPM പ്രതിരോധം കൂടുതൽ ദുർബലമാകും. അതിന് ഞാൻ മറുപടി കാര്യമില്ല. അതവര് കേസ് അതുപോലെ യോഗാസനം ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ് പോയി. എനിക്കറിയില്ല, മകളാണ് കിട്ടും. അതിന് ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല. മാഷേന്ന് വിളിച്ചതാവുകൊണ്ട് എന്നെ മറ്റൊന്ന് വിളിപ്പിക്കാം. പാർട്ടിയെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം വീണ്ടും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു തന്നെയാണ്. പാർട്ടിയെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം വീണ്ടും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു തന്നെയാണ്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കരിമിക്ക.